എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. സ്നേഹനാഥനായ ഈശോയെ, നീ ഞങ്ങളെ സൃഷ്ടിച്ചത് വലിയൊരു പദ്ധതി നിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ആ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ആ മഹത്വം ദർശിക്കുവാനായി ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. അവർണ്ണീയമായ ആ ദാനം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ മാധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ ബൈബിൾ സ്റ്റഡി. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ 2 പുസ്തകം മാത്രമാണ് നമ്മൾ വായിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ശിക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ലോകത്തിൽ പാപം വളരുന്നതിനെക്കുറിച്ചും അന്ത്യക്രിസ്തുവിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനത്തെ ഈ 2 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ യഥാർത്ഥമായ പദ്ധതിയും അതിൻ്റെ മനോഹാരിതയും എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ശിക്ഷയെക്കുറിച്ച് ഓർത്തല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്, പിന്നെയോ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ സാധിക്കുന്ന എന്താണോ ദൈവ അനുഭവമുള്ളത്, എവിടെയാണോ ദൈവത്തോടു കൂടെ നമ്മൾ ആയിരിക്കുന്നത്, അതാണ് സ്വർഗം. നമ്മൾ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് ഉദ്ധാനത്തിന് ശേഷം ദൈവവുമായി ആയിരിക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് സ്വർഗം. അതൊരു സ്ഥലമായിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾ ശരീരത്തോടു കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും സ്വർഗമെന്ന് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം. അപ്പം സ്വർഗ ഈ അനുഭവം, അതായത് ഉദ്ധാനത്തിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. ആരിലും ഒരാൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. പുതിയ ആകാശം, പുതിയ ഭൂമി. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം കർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനവുമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു: ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു: എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു: സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്ത്യവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കപടനാട്യക്കാർ ഇവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. ഓക്കെ, അപ്പം ആ ദർശനങ്ങളുടെ ആരംഭം തന്നെയാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കാരണം എന്താണ്? നമുക്കറിയാം,
ആദിമ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ ഭൂമിക്കും അതിൻ്റെതായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വചനം ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ ആ ശാപത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഭൂമിക്ക് യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്നതിലൂടെ അതിൻ്റെതായ പരിണിത ഫലം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഈ ഭൂമിയെ മുഴുവനും നവീകരിക്കും. അത് ഈ ഭൂമിയും ആകാശവും മാത്രമാണോ? സർവ സൃഷ്ടജാലങ്ങളും ദൈവത്തെ പൂർണ്ണമായും തിരിച്ചറിയുന്ന രീതിയിൽ മനോഹരമായിട്ട് അതിനെ നവീകരിക്കുക എന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആരാണ് ഈ മണവാട്ടി? ജെറുസലേം എന്ന് പറയുന്ന ഈ മണവാട്ടി ആരാണ്? വിശ്വാസികൾ, വിശുദ്ധർ, സഭ എന്ന് നമുക്ക് പറയുവാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം ജെറുസലേമിനെ കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാർ പറയുമ്പോൾ എല്ലാം എന്താണ്? ആരെ ഉദ്ദേശിക്കുന്നത്? വിശ്വാസ സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ വിശ്വാസ സമൂഹം ഏതാണ്? കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ. അതുപോലെ തന്നെ അവസാനം വരെ നിലനിന്ന ദൈവത്തിൻ്റെ വിശുദ്ധരായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ മണവാട്ടിയായി ജെറുസലേമായി അവിടെ കാണപ്പെടുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. കാരണം എന്താണ്? നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ അവസാന വിധിയെക്കുറിച്ച് അല്ലെങ്കിൽ അവസാന വരവിനെ കുറിച്ചൊക്കെ പറയുന്ന കാലം എന്ന് പറയുന്നത് നമ്മൾ ഏത് കാലത്തെക്കുറിച്ചാണ് പറയുന്നത്? ഏലിയ സ്ലീവ മൂശക്കാലം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷമുള്ള കാലം, അവസാനത്തെ സീറോ മലബാർ കാലം ഏതാണ്? പള്ളിക്കുദാശ കാലത്തിലാണ് എന്ത്? ഭർത്താവായ ക്രിസ്തു തൻ്റെ ഭാര്യയായ സഭയുമായി ഒന്നു ചേരുന്ന കാലഘട്ടമാണ് പള്ളിക്കുദാശ കാലം. അവിടെയാണ് യഥാർത്ഥ സഭാ സമൂഹം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മണവാട്ടിയായി തീരുന്ന സമയം. നമ്മൾ സീറോ മലബാർ കുർബാന പോലെ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെയാണ്. പുരോഹിതൻ എന്ന നിലയിൽ യേശുക്രിസ്തു ആരോട് സംസാരിക്കുന്നു? ഭാര്യയായ സഭയോട് മുഴുവനുമായി സംസാരിക്കുന്നു. ഇത് സിംബോളിക്കാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതേസമയം എന്താണ്? ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നു ചേരുന്ന, അതായത് യേശുക്രിസ്തു തൻ്റെ തന്നെ ശരീരം നൽകി സഭയോട് കൂടെ ഒന്നു ചേരുന്ന ഒരു അനുഭവം തന്നെയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വർഗീയ അനുഭവത്തിന്റെ മുന്നാസ്വാദനമാണെന്ത്? കുർബാന എന്നോട് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിത്തീരാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. കാരണം എന്താണ്? പാപമില്ല, രോഗമില്ല, വേദനകളില്ല. ഒന്ന് ആസ്വദിച്ചു നോക്കിയേ. നമുക്ക് ദൈവവുമായുള്ള സ്നേഹം മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. കാരണം എന്താണ്? എല്ലാവരും ഉദ്ധാനം ചെയ്തു കഴിഞ്ഞു. ഇനി മരണമെന്ന ഒരു ഒരവസ്ഥ ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടുമില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ആ പറയുന്നത് എന്താണ്? ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ആരാണ്
ലോകത്തിന്റെ ജീവജലം യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാ ആൽഫയും ഒമേഗയുമായ ആദ്യവും അന്ത്യവുമായ യേശുക്രിസ്തുവിലൂടെ എല്ലാവർക്കും ലഭിക്കേണ്ടത് ലഭിക്കും. അപ്പൊ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? നമുക്കൊന്ന് മാത്രമേ ലഭിക്കുവാനുള്ളൂ. അത് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ കാര്യമാണ്. എന്ത്? ദൈവ നമ്മളിൽ വന്ന് നിറയുക എന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊന്നുമില്ല. ദൈവവുമായി നാം ഒന്നായി തീരുക എന്നതാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഹൃദയത്തിൽ അല്ലെ എൻ്റെ ആത്മാവിൽ ഒരു വലിയ ദ്വാരമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു വാക്യൂമുണ്ട്. അത് ഞാൻ പല കാര്യങ്ങളും കൊണ്ട് നിറയ്ക്കുവാൻ നോക്കി, ഒന്നും അതിനെ പൂർണ്ണത നൽകിയില്ല. പക്ഷെ ദൈവം ആ ദ്വാരത്തിലേക്ക് അല്ലെങ്കിൽ ആ വാക്യൂമിലേക്ക് വന്നപ്പോൾ അത് ഞാൻ പൂർണ്ണനായി തീർന്നു എന്നാണ്. ബാക്കി ഈ ലോകത്തിൽ നേടുന്ന കാര്യങ്ങളെല്ലാം വ്യർത്ഥമായി തീരുന്ന ഒരവസ്ഥയാണ്. യേശുക്രിസ്തുവിനെ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അതിലേക്ക് നമ്മൾ വന്നു ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണത ഉണ്ടാകും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവവും അപ്പനും മകനും എന്നുള്ള നിലയിലുള്ള ബന്ധമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മുഴുവനും. നമ്മുടെ എല്ലാം ആത്മാക്കൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഈ ഒന്നായി തീരൽ തന്നെയാണ്. മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചിലപ്പോഴൊക്കെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്താണ്? നാം ദൈവവുമായി ഒന്നായി തീരുന്നുണ്ട്. അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് വിശുദ്ധ കുർബാനയുടെ ആവശ്യമുണ്ടോ നമുക്കിനി? ഇല്ല. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കൂദാശയാണ്. യേശു ഈ കുർബാനയിലൂടെ നമ്മളിലേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ കുർബാന അർപ്പണത്തിന്റെ ആവശ്യം പോലും വരുന്നില്ല. കാരണം എന്താണ്? നാം ക്രിസ്തുവിനോട് കൂടെ തന്നെ ആയിരിക്കുകയാണ്. അവനോട് കൂടെ തന്നെ ഒന്ന് ചേരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എഴിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരിക്കലും അവസാനിക്കാത്ത അഗ്നിയാണ് രണ്ടാമത്തെ മരണം. അവര് യഥാർത്ഥത്തിൽ ഉദ്ധാനം ചെയ്തു. ശരീരത്തോട് കൂടെ തന്നെയാണ് ഉദ്ധാനം ചെയ്യുന്നത്, അതെ. പക്ഷെ അവർക്ക് സ്വർഗീയ ഭാഗ്യമാണോ ലഭിക്കുന്നത്? അല്ല. അവർക്ക് തീയും ഗന്ധകവും തന്നെയാണ് അവസാനമായി ലഭിക്കുന്ന ഫലം, അവസാനമായി ലഭിക്കുന്ന ഭാഗ്യം. അത് ഏറ്റവും വലിയ ദുർഭാഗ്യമായതുകൊണ്ട് തന്നെ അതിനെ രണ്ടാമത്തെ മരണം എന്നാണ് പറയുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത തീയിലേക്കാണ് അവർ പോകുന്നത്. അതാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും ചീത്തയായിട്ടുള്ള അനുഭവം. ഓക്കെ, നമുക്ക് 9 തൊട്ട് 27 വരെയുള്ള ഒന്ന് വായിക്കാവോ? സ്വർഗീയ ജെറുസലേം. അവസാനത്തെ 7 അറിയില്ലേ? വായിച്ചോ. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരിക്കുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രക്തത്തിനും സൂര്യകാന്തി കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ.
പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിന്റെ 12 അപ്പസ്തലന്മാരുടെ പേരുകളും. ബാക്കി വായിക്കണം. ബാക്കി വായിച്ചു തീർത്തു, ആ സെക്ഷൻ തീർത്തു. എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും അളക്കുവാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ ദണ്ടുകൊണ്ട് നഗരം അളന്നു. 12,000 സ്ഥാദിയോൺ. അതിന്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിന്റെ മതിലും അളന്നു. മനുഷ്യന്റെ തോതനുസരിച്ച് 147-44 മുഴം. അത് തന്നെയായിരുന്നു ദൂതന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യം നിർമ്മലവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ടും അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒൻപതാമത്തേത് പുഷ്പരാഗം, പത്താമത്തേത് പവിഴം, 11-ാമത്തേത് വജ്രം, 12-ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടത്തിൽ ഓരോന്നും ഓരോ മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായ തനി തങ്കമായിരുന്നു. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രി ഇല്ലതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു. അപ്പം 7 എന്ന് പറഞ്ഞ നമ്പർ പിന്നെയും റിപ്പീറ്റ് ചെയ്തു പോവാണ്. കാരണം അതിന്റെ ആ പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഓക്കെ, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അത് 7 സൂചിപ്പിക്കുന്ന എന്താണ്? ഇത് അവസാനിക്കുവാണ്. ഈ വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരുകയും കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് 7-ാമത്തെ ഇത് പറയുന്നത്. 6 വരെയും ബാക്കി സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള 7-ാമത്തെ ദൂതൻ, അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ കണ്ടു, 6-ന് അവസാനം നമ്മൾ കണ്ടു, 7-ാമത്തെ അധ്യായം എത്തിയപ്പോൾ കണ്ടായിരുന്നു 7-ാമത്തെ സീല് പൊട്ടിക്കുന്നതിനെ കുറിച്ച്. അതിനുശേഷം 7 കഴിഞ്ഞൊക്കെ ആകുമ്പം ആ ഭാഗങ്ങളെല്ലാം എന്താണ്? 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അത് വിശ്വാസികളായിട്ടുള്ള ഓരോ വ്യക്തികളെയാണ്. അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. എഗെയിൻ, ഇതൊരു സ്ഥലം മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, വിശ്വാസികളെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ദൈവത്തോട് തന്നെ താതാത്മ്യപ്പെടുത്തുവാൻ പരിശ്രമിച്ച വ്യക്തികളാണ് അവര്. അതിൻ്റെ എളിമയിലൂടെ ദൈവത്തിന്റെ സ്വഭാവം സ്വീകരിച്ച വ്യക്തികളാണ് ഇവര്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ തേജസ് അവർക്കുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളും ദൈവമക്കളായി തീരുവാനാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവം തീർച്ചയായും പൂർണ്ണമാക്കും. ഉറങ്ങിയോ? ഇത്ര പെട്ടെന്നോ? അതിന്റെ തിളക്കം അമൂല്യമായി രത്നത്തിനും സൂര്യകാന്തി കല്ലിനുമൊപ്പം
അത് സ്ഫടികം പോലെ നിർമ്മലം. ഈ നമ്മൾ കാണാൻ പോകുന്ന എല്ലാം എന്താണ്? ഓരോ സ്റ്റോൺസ് ആണ്, ജെം സ്റ്റോൺസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എന്തുമാത്രം അമൂല്യമായതാണ് നാം കാണുവാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. പൗലോസ്ലിയ പറയുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും. അതായത് യോഹന്നാൻ അനുഭവിക്കുമ്പോൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ദൈവീകമായ സൗന്ദര്യമാണ് അവിടെ ദർശിക്കുന്നത്. അത് അദ്ദേഹത്തിന് പറയുവാൻ പോലും വാക്കില്ലാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കല്ലുകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ച് പോകുന്നത്. ബൃഹത്തായ ഉന്നതവുമായ മതിലും സൂര്യകാന്തി കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലവും. ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. 12 എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. അവരിലൂടെ വിശ്വാസത്തിലേക്ക് വന്നവരെ ആണ് സൂചിപ്പിക്കുന്നത്. ആ 12 അപ്പോസ്തലന്മാരിലൂടെ അല്ലേ യേശു ക്രിസ്തുവിലേക്ക് എല്ലാവരും വരുന്നത്? അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. 12 ഗോത്രവും അതിലുണ്ട്. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. 4 ദിക്കിലും നിന്നും ഉള്ള പ്രവേശനമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ലോകമെമ്പാടും പോയി വചനം പ്രഘോഷിച്ച് ആ 12 അപ്പോസ്തലന്മാരെ അവിടെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം 12 ഗോത്രത്തിൽപ്പെടുന്നവരെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും നഗരവും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായിരുന്നു സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി, സ്ക്വയർ ഷേപ്പിലാണ് ഏകദേശം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ സിംബോളിക് ആയിട്ട് യോഹന്നാന് മനസ്സിലാകുന്നതാണ്. അത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എന്താണ്? അവിടെ നീതിയുള്ള സ്ഥലമാണ്. എന്താണ്? ഒരു കുറവുമില്ലാതെ എല്ലാം ഒരേപോലെ യഥാർത്ഥമായ വിധിയിലൂടെ നീതിയിലൂടെ ജീവിക്കുന്ന ഒരു സ്ഥലം എന്നാകാം അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു സിംബോളിക് മീനിങ് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. അവൻ അതുകൊണ്ട് നഗരം ആ തണ്ട് കൊണ്ട് നഗരം അളന്നു. 12,000 സ്ഥാദിയോൻ, അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. എന്താണ് ഈ 12,000 സ്ഥാദിയോൻ? അതായത് 12,000 സ്റ്റാരിയ എന്നാണ് അവർ പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ സിറ്റിയുടെ യഥാർത്ഥ ജെറുസലേം സിറ്റിയുടെ ഒരു ചെറിയ മെഷർമെന്റ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത് പെർഫെക്ഷനെയാണ്. അതായത് ഒരു കുറവും വരാത്ത ആ ഒരു മെഷർമെന്റിനെയാണത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 12,000 സ്റ്റാഡിയോ എന്ന് പറഞ്ഞൊരു മെഷർമെന്റ് ആയിട്ട് വരുന്നത്. അത് കണക്ക് പ്രകാരം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റ് ആണ് എന്നാണ് അവിടെ പറഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് ബാക്കി വായിക്കാം. 12,000 സ്ഥാദിയോൻ, അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിൻ്റെ മതിലും അളന്നു. മനുഷ്യന്റെ തോതനുസരിച്ച് 144 മുഴം. 144 മുഴം. ഓക്കെ, അതും എന്താണ്? പെർഫെക്ഷൻ ആണ്. കാരണം നമ്മൾ ആ 7ന്റെ ഒരു വേരിയബിൾ ആണ് ഈ 144 എന്ന് പറയുന്നത്. നമ്മളൊന്ന് കാൽക്കുലേറ്റ് നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് തന്നെ അതും പെർഫെക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെ ആയിരുന്നു ദൂതന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ടും നഗരം തനി സ്വർണം കൊണ്ടും നിർമ്മിച്ചതും സ്ഫടിക തുല്യവും നിർമ്മലവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ടും അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം,
11-ാമത്തേത് വജ്രം, 12-ാമത്തേത് സൗഗന്ധികം. സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. എങ്ങനെയാണ് 12 കവാടങ്ങൾ മുത്തുകളായി തീരുന്നത്? ഒരിക്കലുമല്ല, അത് മുത്തുകളാകാൻ പറ്റത്തില്ല. പക്ഷെ യോഹന്നാന് ലഭിച്ച ആ ദൃശ്യം നമുക്ക് മാനുഷികമായ ഭാഷയിൽ പറയാനായിട്ട് പരിശ്രമിക്കുന്നതാണ്. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായി തനിത്തങ്കമായിരുന്നു. തങ്കം എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? റോയൽ കളറാണ്. അതുപോലെ തന്നെ ഹെവൻലി ബ്യൂട്ടീനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ മോശയുടെ കാലഘട്ടത്തിൽ വാഗ്ദത്ത പേടകത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തിനെ കുറിച്ച് പറയുന്നത്? സ്വർണത്തെ കുറിച്ച് പറയുന്നത്. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. ഇതാണ് മനോഹരമായിട്ടുള്ള യോഹന്നാന്റെ തന്നെ സുവിശേഷത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും എല്ലാം പറഞ്ഞു വരുന്നത്. എന്താണ് യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലമാകുമോ? അല്ല, ദൈവവുമായി നാം ആയിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരങ്ങളും എന്തായി തീരുന്നു? ദൈവത്തിൻ്റെ ആലയമായി തീരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവുമായുള്ള ഒരുമിച്ച് ചേരൽ എന്ന് പറയുന്നത് തന്നെയാണ് സ്വർഗീയ അനുഭവം. അത് തന്നെയായിരിക്കും പിന്നീട് ദേവാലയവുമായി തീരുവാനായി പോകുന്നത്. നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവത്തെ അതിനെ പ്രകാശിപ്പിച്ചു. തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. കാരണം എന്താണ്? ലോകത്തിൻ്റെ പ്രകാശം ക്രിസ്തുവാണ്. ആ പ്രകാശത്തിലൂടെയാണ് ജീവിക്കുന്നത്. കാരണം നമുക്കറിയാം, സൂര്യചന്ദ്രന്മാരെല്ലാം അവസാനിച്ചു. ഇതൊന്നും തന്നെ ഇല്ലാതെയായി പോയി. പിന്നീട് നമ്മളെ നയിക്കാൻ പോകുന്ന ആരാണ്? ദൈവം തന്നെയാണ്. മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഒരിക്കലും അന്ധകാരത്തിലേക്ക് പോകാത്ത, ആത്മീയമായ അന്ധകാരത്തിൽ പോകാത്ത കാലഘട്ടമാണ് അത്. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെ ആകട്ടെ രാത്രി ഇല്ലതാനും. രാത്രി എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല, അന്ധകാരമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താണ്? ക്ഷീണമില്ല, കാലങ്ങൾ മാറണ്ട. പിന്നെ അങ്ങോട്ട് എന്താണ്? നിത്യതയാണ്. ദൈവവുമായി ഉള്ള ഒരു അവസ്ഥ. അവിടെ കാലഭേദത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അതായത് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട, മാമോദീസായിലൂടെ കൃപ സ്വീകരിച്ച് ആ പാപ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി കൃപാവര അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ പുസ്തകത്തിൽ പേര് ലഭിക്കുകയുള്ളൂ. മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ആ ജെറുസലേം ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്കുള്ള, വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തികൾക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് 22-ന്റെ 1 മുതൽ 4 വരെയുള്ളത് ആരെങ്കിലും ഒരാൾ വായിക്കാവോ? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ഭക്തിക്കും.
അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. ഓക്കെ, നമുക്കിനി അവസാനത്തെ ഭാഗത്തേക്ക് തിരിക്കുവാണ്. അവസാനത്തെ ബുക്കാണ്, അവസാനത്തെ അധ്യായമാണ്. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നമുക്കറിയാം, വെള്ളം അതല്ല, അല്ലെങ്കിൽ നദി എന്ന് പറയുന്നത് പഴയ നിയമം മുതൽ ഇങ്ങോട്ട് വളരെയധികം പ്രസക്തിയോടെ കാണിച്ചു പോകുന്നതാണ്. നമുക്കതിൻ്റെ ഓരോ റെഫറൻസുകൾ ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് തോന്നും. ആദ്യം ഒരാൾ ഉൽപ്പത്തി പുസ്തകം 2:8 മുതൽ 10 വരെയുള്ളത് എടുക്കാവോ? ഉൽപ്പത്തി 8 മുതൽ 10 വരെ, 2:8 മുതൽ 10 വരെ. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുള്ളതുമായ പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പറുദീസ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ ലോകത്തിന് തന്നെ പാപത്തിൻ്റെതായ പരിണിത ഫലങ്ങൾ ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള വീഴ്ചകൾ ഈ ലോകത്ത് തന്നെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് എന്തായി മാറുന്നു? ഇവിടെ ആ ജലം തിരികെ ദൈവത്തിൻ്റെ ഭൂമിയാക്കി മാറ്റുകയാണ്. ആ ജലം എന്ന് പറയുന്നതാണ് ജീവൻ നൽകുന്നത്. നമുക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജലമാണ്. പക്ഷെ യേശുക്രിസ്തു തന്നെ എന്ത് പറഞ്ഞത്? ഞാനാണ് ജീവന്റെ ജലം എന്നും പറയുന്നുണ്ട്. ആരോട്? സമറിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്. അതുമാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും യേശുക്രിസ്തുവും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇവരെല്ലാം ഒരേ ഏകദൈവമാണല്ലോ, അതുകൊണ്ട് തന്നെ അതുണ്ട്. നമുക്കിനി അടുത്ത റെഫറൻസ് നോക്കാം. എസെക്കിയേൽ 47:1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ 47:1 മുതൽ 2 വരെ 3 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്ക് വശത്തുകൂടെ ഒഴുകിയിരുന്നു. ഓക്കെ, ദൈവമാകുന്ന ജീവജലം സ്വീകരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അതിപ്പോൾ സ്വീകരിക്കുന്ന ഏതിലൂടെയാണ്? കൂദാശകളിലൂടെയാണ്. ദൈവാനുഭവം നമ്മളിലേക്ക് വരുന്നത് അതിലൂടെയാണ്. പക്ഷേ വരാൻ പോകുന്ന ലോകത്ത് ദൈവത്തെ തന്നെ പിന്നെയും തിരിച്ചറിയുന്ന, ദൈവവുമായി ഒന്നാകുന്ന ഒരു അനുഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഈ വാക്യം നേരത്തെ വായിച്ചായിരുന്നു. ഒരിക്കൽ കൂടെ വായിക്കുന്നത്, ദൈവം ഉദ്ദേശിച്ച രീതിയിൽ ഭൂമിയെയും മനുഷ്യനെയും എല്ലാം പഴയ പറുദീസ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു റെഫറൻസും കൂടെ ഉണ്ട്. സക്കറിയ 14:8. സക്കറിയ 14:8. അന്ന് ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ എസെക്കിയേൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? യഥാർത്ഥ ജെറുസലേമിനെ കുറിച്ചാണോ? അല്ല, സ്വർഗീയ ജെറുസലേമിന്റെ അനുഭവത്തെ കുറിച്ചാണ്. ഒരിക്കലും ഒരു തളർച്ചയും ഒരു വാടിച്ചയും വരാതെ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വന്ന് നിറയും. ഇതാണ് ഈ ജലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനായിട്ടാണ് ഈ റെഫറൻസ് ഞാനൊന്ന് കാണിച്ചത്. ഓക്കെ, നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ
ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. ഓക്കെ, 12 എന്ന് പറയുന്നത് എന്തായിരിക്കാം? ആത്മാവിന്റെ ഫലങ്ങളാകാം, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാകാം, അതിന്റെ നിറവാകാം, അതിന്റെ പൂർണ്ണതയാകാം, അതിൽ നിലനിൽക്കുന്നതാകാം. അതായത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് തന്നെ വരുന്ന ഫലങ്ങൾ നമ്മളിലും പുറപ്പെടുന്നു എന്ന്, അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അതാണ് നമ്മൾ ആയി തീരുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. കാരണം എന്താണ്? ശാപമില്ല, പാപമില്ല, ഒന്നും തന്നെ ചീത്തതായിട്ട് ഈ ലോകത്തിൽ ഇല്ലാതെ എല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. കാരണം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കുന്നല്ലേ? ഓക്കെ, ദർശിക്കും. ഓക്കെ, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. കാരണം എന്താണ്? ദൈവത്താൽ മുദ്രിതമായ വ്യക്തികളാണ് അവർ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ്. നമുക്കറിയാം, പിശാചിന്റെ മുദ്രത സ്വീകരിച്ചവരെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടു. 6 എന്നൊക്കെ പറഞ്ഞുള്ളത് കേട്ടു. നമ്മൾ എങ്ങനെയാണ്? മാമോദീസായിൽ മുദ്രിതരായിട്ടുള്ളവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അന്ത്യക്രിസ്തു കൊണ്ടുവരുന്ന രാജ്യം പോലും ഈ രാജ്യത്തിന്റെ, വരാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ട്വിസ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും വികലീകരിക്കപ്പെട്ട, ഏറ്റവും വികലതയുള്ള ഒരു ഭാഗം തന്നെയാണ് അന്ത്യക്രിസ്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു, അവർ എന്നേക്കും വാഴും. ഓക്കെ, 6 മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഭാഗം ആരെങ്കിലും വായിക്കാമോ? അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ, ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാനായി ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പൂണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ, ഞാൻ വേഗം വരുന്നു. എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടത്തിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ.
ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേൻ. കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ദൂതൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവചാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ പ്രവചനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കുവാൻ പോകുന്നത് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കുവാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. കാരണം ഇത്രയും രഹസ്യാത്മകമായിട്ടുള്ള നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നപ്പോൾ യോഹന്നാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഭീകരമായ കാഴ്ച കണ്ടപ്പോൾ ആ കാണിച്ച വ്യക്തിയെ പോലും ആരാധിക്കുവാൻ യോഹന്നാൻ തുനിഞ്ഞു. അപ്പോൾ എന്തു ചെയ്യുന്നു? ദൂതൻ പറയുന്നു, അരുത്. കാരണം യോഹന്നാൻ അവിടെ ചെയ്യാൻ പോയത് എന്താണ്? ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഒരു മാലാഖയെ ആരാധിക്കാൻ പോകുന്നു. അത് ദൈവ കൽപ്പനയ്ക്കെതിരാണ്. ആ ഒരു തെറ്റ് അവിടെ ദൂതൻ തന്നെ തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കുക ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ഞാനും എന്താണ്? ഒരു ശുശ്രൂഷി മാത്രമാണ്. ശുശ്രൂഷ വേല ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ ഒരു രീതിയിലും ആരാധിക്കരുത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? വിശുദ്ധരെയും നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് യഥാർത്ഥത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അവരെ ആരാധിക്കുകയല്ല, അവരോട് നാം മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ ആരാധിക്കുക, ഏകമായ ആരാധന ഒരാൾക്ക് മാത്രം നൽകുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. എന്തെന്നാൽ സമയം അടുത്തെത്തിയിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. ഈ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അനുസരിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകം അറിയട്ടെ, സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയട്ടെ എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. സമയം അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഏത് സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? പിതാവായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കറ പുരണ്ടവർ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. കാരണം എന്താണ്? പാപത്തിൽ നിന്ന് മാറുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വലിയ സത്യമാണ്. സഭ കാരുണ്യത്തിന്റെ മുഖം തീർച്ചയായും കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സഭയ്ക്ക് ഒരിക്കലും തള്ളിപ്പറയുവാൻ പറ്റാത്തത് എന്താണ്? വിധി. വിധിയുടെ ഒരു മുഖവുമുണ്ട്. ചില വ്യക്തികൾ ഒരു പാപത്തിൽ തന്നെ മുഴുകി നിന്നാൽ പിന്നീട് അവർക്ക് മാനസാന്തരം വരാതിരിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് കുമ്പസാരിച്ച് എപ്പോഴും കൃപാവര അവസ്ഥയിലായിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ചിലപ്പോൾ ചില പാപങ്ങൾ ചില മനുഷ്യരെ വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും മനോഹരമായ ഉദാഹരണം എന്ന് പറയുന്നത് മോശയുടെ കാലഘട്ടത്തിലെ ഫറവോയാണ്.
ഫറവോ ഇത്രയും അധികം മഹാമാരികൾ കണ്ടതിന് ശേഷവും മാനസാന്തരപ്പെടുന്നില്ല. ഹൃദയം കഠിനമാകുകയാണ് ചെയ്യുന്നത്. അതിന്റെ പിറകിൽ എന്താണ്? അവൻ ചെയ്തുകൊണ്ടിരുന്ന വിഗ്രഹാരാധനയും ദൈവദൂഷണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മാറാതിരുന്നത്. എന്തുകൊണ്ടാണ് സോതോമിലേക്കും ഗൊമോറയിലേക്കും ദൂതന്മാരെ അയച്ചപ്പോൾ ലോത്തിനെ മാത്രം അവിടെ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചത്? കാരണം മറ്റുള്ളവർ മാനസാന്തരപ്പെടുകയില്ല. നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഓടി അകലുക എന്ന് പറയുന്നതിന്റെ കാരണം, ഇല്ലെങ്കിൽ ചില പാപങ്ങൾ നമ്മളെ വിഴുങ്ങും, നമ്മളെ നശിപ്പിക്കും. ദൈവം അങ്ങനെയുള്ളവരെ ചിലപ്പോൾ വായിൽ നിന്ന് തുപ്പിക്കളയും. നമ്മൾ വായിക്കാതെ പോയൊരു വചനഭാഗമാണ് അത്. 3-ാം അധ്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കാതെ, കൃപയോട് ഒരു രീതിയിലും പ്രത്യുത്തരം നൽകാതിരിക്കുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും? തീർച്ചയായും ആ പാപത്തിൽ തന്നെ ഇല്ലാതെയാകുവാനുള്ളതാണ് ദൈവത്തിൻ്റെ വിധി. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെടട്ടെ. അതായത് വിശദീകരണത്തിനൊരു അളവുണ്ടോ? ഇല്ല. എത്രയധികം ഒരാൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ അത്രയും അധികം വിശദീകരിക്കപ്പെടുക. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ദൈവം തരുന്ന സമ്മാനം എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഉള്ള ജീവിതമാണ് ദൈവം കൊണ്ടുവരുന്നത്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. എന്താണ് അത്? നമ്മുടെ ജീവിത അവസാനിക്കുന്നത് എങ്ങനെയാണോ ദൈവത്തിൻ്റെ സ്വർഗീയ ഭാഗ്യം അനുഭവിക്കുന്നതിലൂടെയാണ്. അതാണ് ദൈവം സമ്മാനമായി കൊണ്ടുവരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദ്യവും അന്ത്യവും. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവൻ ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? ദൈവത്തിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായി ജീവിക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അല്ലാതെ കുറെ നാള് കഴിഞ്ഞതിന് ശേഷം എത്ര പാപത്തിൽ ജീവിച്ചാലും ഇനി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നല്ലവരായി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ രക്തത്താൽ, അതായത് മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ആ വിശുദ്ധീകരണം നിലനിർത്തിക്കൊണ്ടുപോയവർ മാത്രം രക്ഷ പ്രാപിക്കുകയുള്ളൂ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയുക പോലും ചെയ്യില്ല എന്ന് പറയാൻ പോകുന്നത് ഇവരെ കുറിച്ച് തന്നെയാണ്. ദൈവനീതിക്കെതിരായി, ദൈവകൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ്. യേശുവായി ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്. ഇതെന്താണ്? യഥാർത്ഥത്തിൽ പ്രവാചക ശബ്ദമാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു ആരിൽ നിന്ന് വരുന്നു? ദാവീദിന്റെ വേരും ജസയുടെ എന്നും പറയാറുണ്ട്, എന്ന സന്തതിയുമാണ്. പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. കാരണം എന്താണ്? ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത് ആരാണ്? ദൈവമാണ്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഓക്കെ, അതായത് ഇത് എന്താണ്? അങ്ങനെ സ്വീകരിച്ച്, അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വിശദീകരിക്കപ്പെട്ട് ജീവിക്കുന്നവരെന്താണ്? ഒരിക്കലും ഒരു കുറവുമില്ലാതെ ജീവിക്കും. ഇനിയുള്ള ഭാഗമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവസാനം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഈ ക്ലാസ് അറിയാം, പഠിക്കാം,
പക്ഷെ ഇതാരും പഠിപ്പിക്കാൻ പോകരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം അവസാനത്തെ വചനങ്ങളാണ്. ശ്രദ്ധിക്കുക. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കും. ചിന്തിച്ചു ചോദിക്കേ, എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ദൈവവചനത്തെ വളച്ചൊടിക്കുകയോ ഇല്ലാതെയാക്കുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്താൽ അവന് ദുരിതം. അത് തന്നെയാണ് പറയുന്നത്. ഈ വചനം എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിന്റെ വചനമാണ്, ശക്തിയേറിയ വചനമാണ്, ഹൃദയത്തിൽ നാം സംഗ്രഹിക്കേണ്ട വചനമാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ വചനത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക പാടില്ല. ഞാൻ പറഞ്ഞത് അതേപടിയാ കേട്ടതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ചിന്താ വിചാരങ്ങളെല്ലാം അതിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിപ്പിക്കാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ശാപമായിരിക്കുമെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ആ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. എന്തുകൊണ്ടാണ്? വചനം തെറ്റായി പഠിപ്പിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പോലും നമ്മുടെ നാമം എടുത്തു കളയും. വളരെയധികം സൂക്ഷിച്ചു വേണം ഈ ഒരു വെളിപാട് പുസ്തകം എടുക്കുവാനായിട്ട്. ഇതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാതിരിക്കുന്നതും എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ അവസാനം പറയുന്നത് യഥാർത്ഥത്തിൽ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവേ വരേണമേ. അത് വീണ്ടും വീണ്ടും ആദിമ സഭയിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്. മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. When Jesus testifies once more, surely I am coming soon, his church responds, come Lord Jesus, echoing the early prayer of Aramaic speaking church, Maranatha, our Lord come. ആ വാക്കാണ് എന്ത്? മാറാനാത്ത. കർത്താവേ യേശുവേ വരേണമേ എന്ന് പറഞ്ഞ വാക്കാണ് അവിടെ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാണ്. സഭയുടെ തന്നെ ഒരു വലിയ പ്രാർത്ഥനയാണ്. കാത്തിരിപ്പിന്റെ അവസാനം കൊണ്ടുവരേണമേ എന്ന പ്രാർത്ഥനയാണ്. അന്ത്യക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പീഡകൾ സഹിക്കുന്നവർ പറയുന്ന പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വചനം അവസാനിക്കുകയാണ്.